ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ അല്ലെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ കൊള്ളി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കപ്പ ബിരിയാണിയൊക്കെ ഇഷ്ടമില്ലാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്കിത് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, ബീഫ് വെച്ചിട്ട് ചെയ്യാം, അതുപോലെ മട്ടൺ വെച്ചിട്ടാണെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതല്ലോ കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കണത്. നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഒരു രുചി അല്ലെങ്കിൽ സ്വന്തം ഒരു വിഭവം എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാമല്ലോ. ശരിക്കും കേരളത്തിൻ്റെ പുറത്തൊക്കെ താമസിക്കുന്നവരായിരിക്കും ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ കൂടുതലായിട്ട് മിസ് ചെയ്യുക. പ്രത്യേകിച്ച് കപ്പയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇവിടെ എപ്പോഴും നല്ല കപ്പയൊന്നും അങ്ങനെ കിട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്താണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ശരിക്കും കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കണത് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന കപ്പ വേവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് സമയമെടുക്കും. അത്ര പെട്ടെന്ന് അങ്ങനെ വെന്ത് വരാറില്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ അളവിൽ കപ്പയാണ് കേട്ടോ. എടുത്തു വെച്ചപ്പോൾ ആദ്യം കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. 1 കിലോ കറക്റ്റ് എന്താ പറയുക വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ, ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷം. അപ്പോൾ 1 കിലോ കപ്പ എടുത്തപ്പോൾ 1 കിലോ ചിക്കൻ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു പ്രൊപ്പോർഷനായിരിക്കും കറക്റ്റായിട്ട് വരിക. അത്യാവശ്യം ചിക്കൻ ഉണ്ടായിരിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എന്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, എന്ത് മീറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എല്ലോട് കൂടി ഇത് എടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക. ഇനി ഇതൊരു കുക്കറിലേക്ക് കപ്പ കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കണ ആ ഒരു കപ്പയ്ക്കനുസരിച്ച് ആ ഒരു വെന്ത് വരാനെടുക്കണ സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒരു 4 വിസിലൊക്കെ വന്നാലേ ഇനിയാണ് കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വരുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ, കപ്പ വെന്ത് വരുന്ന ഒരു സമയത്ത്. അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ കറിവേപ്പില, വെളുത്തുള്ളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ചതച്ചെടുക്കേണ്ട കാര്യങ്ങൾ ചതച്ചെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, 1 കുടം വെളുത്തുള്ളിയും കൂടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ ആകുമ്പോൾ കറിവേപ്പില നന്നായി ചേർക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറൂല. പച്ചമുളക് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മളെടുത്ത പച്ചമുളക് അതുപോലെ ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 12ഓളം അല്ലി വെളുത്തുള്ളി നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാട്ടെ. ഇതിപ്പോൾ ഞാൻ എടുത്തത് ചെറുതൊക്കെ ആയ കാര്യമാണ് ഇത്രയധികം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 12 അല്ലിയൊക്കെ മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ചതയ്ക്കണ ഒരു കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താലും മതി. വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനൊക്കെ ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ഇനി നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇതിന് നന്നായിട്ട് വരിക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി അങ്ങനെയൊക്കെ കൂടുതൽ ഉപയോഗിക്കാവുന്നതുള്ളൂ, അല്ലെങ്കിൽ പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി കണ്ടോ, ഈ ഒരു നമ്മൾ ചതച്ച് വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യണതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മസാല തയ്യാറാക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുക്കും, അതായത് വീണ്ടും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ. പിന്നെ ഞാനിവിടെ വിനാഗിരിയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കോക്കനട്ട് വിനീഗറാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വിനീഗർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതായത് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത്, അല്ലെങ്കിൽ ചെറിയ തരികളോടുകൂടെ ക്രഷ് ചെയ്ത കുരുമുളക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിപ്പോൾ കപ്പ വെന്ത് വരണ ആ ഒരു സമയമാണ് ഇത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി തക്കാളി, സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
സവോള ഇതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കനം കുറച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. തക്കാളി ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഈ ഒരു കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ അല്ലെങ്കിൽ ഏത് മീറ്റാണ് നിങ്ങൾ എടുക്കണേന്ന് വെച്ചാൽ അത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ബോൺലെസ് പീസസിനേക്കാളും കൂടുതൽ ഫ്ലേവർ എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ളത് തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലൊരു നാടൻ ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തണുപ്പായ കാരണം വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, വിൻ്ററാണ് ഇവിടെ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു 3 സവാളയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ടാവും. ഇനി സവാള ഒന്ന് വഴന്ന് വന്നോട്ടെ. ചെറുതായിട്ടൊന്ന് സവാള വഴന്ന്, അതായത് പെട്ടെന്ന് സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്തും കപ്പ വേവിച്ച സമയത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം സവാള, അതായത് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവുണ്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു കപ്പ ഉണ്ടല്ലോ, കപ്പ ഇവിടെ കുക്കായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം ഒന്ന് വഴന്ന ഒരു സവാളയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചതച്ചെടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും ചിക്കൻ കുക്കായിട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ട് നന്നായിട്ട് വരട്ടെ. ഈ ഒരു മസാല നന്നായിട്ട് വഴന്ന് വന്നാൽ തന്നെയാണ് ഈ ഒരു കപ്പ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല ഫ്ലേവറോട് കൂടി തന്നെ വരുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്നത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എണ്ണ ഉണ്ടാവും നോക്കാം കേട്ടോ. അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കണ്ടോ, സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവും നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കട്ടെ, ഒരു മീഡിയം സ്പൈസി. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. ആ ഒരു ഗ്രേവി തന്നെ മതിയാവും ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് കുക്കായിട്ട് വരുന്ന ചിക്കനാണ്. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു ഗ്രേവി പോരാന്ന് തോന്നുകയാണ്, ഇപ്പോൾ കൂടുതൽ കുക്കിംഗ് ടൈമുള്ള ചിക്കനൊക്കെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാനിതിലേക്ക് തക്കാളി ചേർക്കുന്നത്. നേരത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതായത് ആ ഒരു മസാലയൊക്കെ റെഡിയായിട്ട് വന്നതിന് ശേഷം തക്കാളി ചേർത്തിട്ട് വഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും എന്നിട്ട് പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം, അങ്ങനെ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇങ്ങനെയാണെങ്കിലും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് റെഡിയായിട്ട് വന്നോളും. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം ചെയ്യണത്. പിന്നെ നമുക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ചൂടായിട്ട് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കി ഇട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എപ്പോഴും സ്ലോ കുക്കിംഗ് ആയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ കൊടുക്കുക കേട്ടോ. ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചെരുകിയത് വറുത്തെടുക്കണം. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് നാളികേരം വറുത്തതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൊള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇപ്പോൾ കൊള്ളിയൊക്കെ ആകുമ്പോൾ വെള്ളം കളയാന്നുള്ള ഒരു രീതിയിൽ തന്നെയാണല്ലോ, നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെയല്ലേ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കൊള്ളി ഒന്ന് തിളച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളയാം, എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ.
കണ്ടില്ലേ, കൊള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ഇതിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്ന ടൈപ്പ് കൊള്ളിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അപ്പോഴേക്കും നമ്മുടെ നാളികേരം ചെരുകിയതൊക്കെ കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. കണ്ടോ ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി, നല്ല ചൂടുണ്ട്. കണ്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇത് ഒരു 3/4 ഭാഗത്തോളം തന്നെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു ഗ്രേവി ഇതിലുണ്ട്. തീരെ ഗ്രേവി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വരുമ്പോൾ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഒരു 3/4 ഭാഗം വെന്ത് വരണ ഒരു സമയത്ത് അങ്ങനെ അതിലേക്ക് കൊള്ളി ചേർത്തിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് അതിലേക്ക് കൊള്ളി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിലും കുറച്ച് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വരും. ഇപ്പോൾ കണ്ടോ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. എപ്പോഴും കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇതിലേക്ക് കൊള്ളി വേവിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഗ്രേവി ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം കൊള്ളി ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഒന്ന് കുഴഞ്ഞിരിക്കണ ഒരു രീതിയിലാണ് ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഈ ഒരു കൊള്ളിയിലേക്കൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് വരണമെങ്കിൽ ആ ഒരു രീതിയിലും ഉടച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ അതുപോലെ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിക്കനും കൊള്ളിയും എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ് യോജിച്ച് വരുമ്പോൾ ആ ഒരു കൊള്ളിയിലേക്ക് നല്ല ഫ്ലേവറും മസാലയും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവേഴ്സൊക്കെ കൊള്ളിയിലേക്ക് വരുമ്പോൾ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരിക. ഞാനിപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല. കുറച്ച് സമയം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കുഴഞ്ഞിരിക്കണ ഒരു പരുവണ്ട, അതാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക. പിന്നെ ഇതുപോലെയുള്ള നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കുമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ ഒരു നാളികേരം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും. ഇത് ചേർത്തിട്ടും ചേർക്കാതെയും ഒക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലും കപ്പയും അങ്ങനെ പല പേരുകളിൽ ഇത് പല സ്ഥലങ്ങളിൽ അറിയപ്പെടാറുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു രീതിയിൽ റായ്ത്തയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒക്കെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. എങ്ങനെയാണെങ്കിലും നല്ല അടിപൊളി തന്നെയാണ്. ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയും പച്ചമുളകും മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനും നല്ല ലുക്കാണ്. അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു സവാളയൊക്കെ കടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നല്ല ചൂടുള്ള കപ്പ ബിരിയാണി നമുക്ക് കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ റൈത്തയുടെ കൂടിയാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് കുക്കുംബർ റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. മുന്നേ എപ്പോഴെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല. പിന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റ്. കുറേ നാളായി കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. ഇതിനിപ്പോൾ റൈത്തൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.